ജോണി വാക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ഓൾമോസ്റ്റ് 2 ആഴ്ചയായി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്. അപ്പം ചെറിയൊരു റിവ്യൂ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ് എന്നുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3 ആഴ്ചത്തോളമായി, 3 ആഴ്ചത്തോളമായിട്ട് വാങ്ങിച്ചിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലൈമറ്റെല്ലാം വളരെ മോശമായിരുന്നു, ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് സംഭവം, പെട്ടിയിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് പെട്ടിക്കകത്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച പ്രോഡക്റ്റ്. ഓക്കെ, നമ്മൾ വാങ്ങിച്ചത് DJയുടെ മിനി സീരീസിൽ വരുന്ന മിനി 3 Pro എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബോക്സിൽ വരുന്ന കണ്ടൻസ്. നമുക്ക് ഡ്രോൺ ഓൾറെഡി വരുന്നുണ്ട്, നമ്മുടെ കൺട്രോളർ, പിന്നെ നമ്മുടെ 3 ബാറ്ററികൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ബാറ്ററി ചാർജിങ് ഹബ്ബ്, പിന്നെ ഒരു USB കേബിൾ വരുന്നുണ്ട് DJ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ പ്രൊപ്സ് വരുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഫ്രീവെല്ലിൻ്റെ കുറച്ച് ND ഫിൽറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതുകൂടാതെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ക്രാഷസോ കാര്യങ്ങൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രൊപ്പല്ലേഴ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫിലിപ്സിൻ്റെ ടൈപ്പ് ഒരു ഹെഡാണിത്. ഒരു സ്ക്രൂ ഡ്രൈവറാണ്, മിനി സ്ക്രൂ ഡ്രൈവറും നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ബോക്സിൽ വരുന്ന കണ്ടൻസ്. പിന്നെ അതുകൂടാതെ ചെറിയൊരു സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള രീതിയിലാണ് ഞാനൊരു ഒരു അടിപൊളി സ്വീറ്റ് കേസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ഡ്രോൺ സ്പെഷ്യലി മെയ്ഡ് ഫോർ DJ Mini 3 Pro. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ പെട്ടി അടിപൊളി പെട്ടിയാണ്. കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ക സേഫാണ്. ഡ്രോൺ ഇതിൻ്റെ അകത്തൊന്നും നിലത്തി അടിയിലൊന്നും ഒന്നും പറ്റത്തില്ല. സോ ഇതാണ് ബോക്സ് കണ്ടൻസ്. ഇനി നമുക്ക് ഡ്രോണിലേട്ടൊന്ന് പോവാം. ഇതാണ് നമ്മുടെ DJയുടെ മിനി സീരീസിൽ വരുന്ന മിനി 3 Pro. ഈ ഡ്രോണിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലെസ് ദാൻ 250 grams ആണ് ഈ ഡ്രോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതാണ് ഒരു മെയിൻ ഫാക്ടർ. കാരണം നമുക്കിപ്പോൾ യൂറോപ്പ്, USA ഈ പറഞ്ഞ കൺട്രികളിലൊക്കെ ലെസ് ദാൻ 250 grams ഒരു ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലൈസൻസോ കാര്യങ്ങളൊന്നും നമുക്ക് റിക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഡ്രോൺ നമുക്ക് ഫ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ ഓൺബോർഡ് ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രോൺ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടും ഓപ്പറേറ്ററായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് മാത്രമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അതല്ലാതെ ഒരു ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ ഡ്രോണിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അത് ഒരു ലീഗൽ സൈഡ്. പിന്നെ ഇനി നമുക്ക് ഡ്രോണിലായിട്ട് വരാം. ഇത് നമുക്ക് ഡ്രോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു ജിംബാൽ കവർ കാണാൻ പറ്റും. ഇത് നമ്മുടെ ജിംബാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യുക, ബാഗിലിട്ടോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ജിംബാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജിംബാൽ കവറാണിത്. അപ്പോൾ നമുക്ക് ഈ ജിംബാൽ കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ അടിയിലൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വലിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ജിംബാൽ കവർ റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാമറ കാണാം, 3 ജിംബൽ കാണാം. പിന്നെ ക്യാമറയ്ക്ക് മേളിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കുഞ്ഞൻ ക്യാമറകൾ ഇവിടെ മേളിൽ നോക്കി കാണാം. ചെറിയ 2 കുട്ടി ക്യാമറകൾ, 2 കണ്ണ് പോലെ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഡ്രോണിൻ്റെ വിഷൻ സെൻസിങ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇത് ട്രൈ ഡയറക്ഷണലാണ് ഈ ഡ്രോണിൽ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഉള്ളത്. അപ്പം നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറകൾ ഈ ഒബ്സ്റ്റക്കിൾ നമുക്ക് സെൻസ് ചെയ്തിട്ട് അത് ക്രാഷ് ആവാത്ത രീതിയിൽ ആ ഡ്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈപ്പാസ് ചെയ്ത് ഫ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ഡ്രോൺ ഒന്ന് അൺഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഡ്രോൺ അൺഫോൾഡ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ 2 വിങ്സ് നമ്മൾ ഒരു റൊട്ടേഷൻ, ഒരു ട്വിസ്റ്റ് ചെയ്യുന്നൊരു മോഷനിലാണ് അൺഫോൾഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ അൺഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ DJയുടെ തന്നെ എന്തെങ്കിലും വീഡിയോസോ കണ്ടിട്ട് മാക്സിമം ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രോണാണ്. ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചിലവുകളും കാര്യങ്ങളും ഡെഫിനറ്റ്ലി ഉണ്ടാകുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഡ്രോണിൻ്റെ വിങ്സ് ഒന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലെ വിങ്സ് നോർമലി ലൈക്ക് ദിസ്, ബാക്കിലായിട്ട് ജസ്റ്റ് വലിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഡ്രോൺ അൺഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഡ്രോണിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വിങ്ങിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DJ Mini 3 Pro എന്ന് എഴുതിയിട്ടുണ്ട്, അത് കാണാൻ പറ്റും. സോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ 2 ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ്. ഇനി നമുക്ക് ഡ്രോണിൻ്റെ അടിഭാഗത്തൊന്ന് നോക്കാം. അടിഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
ഇവിടെയും നമുക്ക് 2 ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രോൺ എത്ര ഹൈറ്റിൽ ഫ്ലൈ ചെയ്യുന്നു, അതുപോലെ എത്ര എന്താ പറയുക, ഡ്രോൺ എത്ര ലോ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം താഴെയാണ് നമ്മുടെ ഗ്രൗണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ താഴെ ലാൻഡ് ചെയ്യാൻ പറ്റിയ സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെങ്കിലൊക്കെ നമുക്ക് ഈ സെൻസേഴ്സ് അത് നമ്മൾ കൺട്രോളറിൽ കാണിക്കുന്നതാണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാൻഡിങ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെറൈൻ ആണോ ലാൻഡ് ചെയ്യാനുള്ളത്, ഇതൊക്കെ നമുക്ക് സെൻസ് ചെയ്ത് കാണിക്കുന്ന ഒരു ഇൻഫ്രാറെഡ് സെൻസിങ് സിസ്റ്റമാണ് ഈ താഴെ കാണുന്നത്. പിന്നെ നമ്മുടെ ഡ്രോണിൻ്റെ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് 2 കുഞ്ഞ് ക്യാമറകൾ പോലെ കാണാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോൺ ബാക്കിലായിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ എവിടെയും ക്രാഷ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് തന്നെയാണ്. ഈ സെൻസേഴ്സ് നമുക്ക് ഒബ്സ്റ്റക്കിൾസ് സെൻസ് ചെയ്ത് ബൈപ്പാസ് ചെയ്ത് ഫ്ലൈ ചെയ്യും. ഇതിനാണ് ബാക്കിൽ 2 സെൻസേഴ്സ്. പിന്നെ നമുക്കിവിടെ നോക്കിയാൽ നമ്മുടെ പവർ ബട്ടൺസ് കാണാം. പിന്നെ ഒരു ചെറിയ 2 എയർ വെൻറ്റുകൾ കാണാൻ പറ്റും. ഫ്രണ്ടിൽ കൂടെ കാറ്റ് കയറി ഡ്രോൺ കൂൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈനാണ് DJ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രോണിൻ്റെ ബാക്കിലായിട്ട് വരുമ്പോഴാണ് നമുക്കൊരു SD കാർഡ് സ്ലോട്ട് കാണാം. കൂടാതെ നമുക്കൊരു Type-C അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ളൊരു സ്ലോട്ടും ഉണ്ട്. അപ്പോൾ SD കാർഡ് നമുക്ക് യൂസ് ചെയ്യുന്ന ഡ്രോണിൽ നല്ല ഫുട്ടേജസ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു SD കാർഡ് ആവശ്യമാണ്. പിന്നെ നമ്മുടെ Type-C, ഇപ്പോൾ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൺ ദ ഗോയിൽ നിങ്ങൾക്ക് കാറിലൊക്കെ നമുക്ക് ഈ Type-Cയിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോണിൽ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനാണ് ഈ ഒരു Type-C പോർട്ട്. പിന്നെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി മുന്നോട്ട് ഞാനത് ചെയ്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ട് അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വിങ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ പ്രൊപ്പലേഴ്സ് 2 പ്രൊപ്പലർ ബ്ലേഡ്സാണ് നമുക്ക് ഇതിൽ വരുന്നത്. നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഈ ഫ്രണ്ടിലെയും ബാക്കിലെയും പ്രൊപ്സിന് ചെറിയ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിലെ റൈറ്റ് സൈഡിൽ പ്രൊപ്സിൽ ചെറിയൊരു മാർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് കളർ മാർക്കിംഗ് ഉണ്ട്. അത് ഫ്രണ്ട് റൈറ്റും ബാക്ക് ലെഫ്റ്റും അത് ആ രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൊപ്സ് എന്തെങ്കിലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രാഷ് ചെയ്യുമോ, നിങ്ങളുടെ പ്രൊപ്സ് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്പെയർ പ്രൊപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോണ് പ്രോപ്പറായിട്ട് ഫ്ലൈ ചെയ്യത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീൻ്റെ ഒക്കെ പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കാനുള്ള ഒരു സൈസേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതാണ്, ഇതൊരു മിനി സീരീസ് ഡ്രോൺ ആണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഡെഫിനറ്റ്ലി വേർത്താണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു ഡ്രോൺ എന്നുള്ളത്. സോ അതുപോലെ തന്നെ നമുക്ക് DJ പ്രൊവൈഡ് ചെയ്യുന്നൊരു ചാർജിങ് ഹബ്ബാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് 3 ഇപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഒരു ഫ്ലൈമോർ കോംബോ എന്നുള്ള ഒരു രീതിയിലാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അഡീഷണൽ നമുക്ക് 2 ബാറ്ററികൾ കിട്ടും. നമ്മൾ നോർമൽ ഡ്രോണും കൺട്രോളറും മാത്രമാണ് മേടിക്കുന്നതെങ്കിൽ നമുക്കൊരു സിംഗിൾ ബാറ്ററിയും ഈ ചാർജിങ് ഹബ്ബ് ഉണ്ടാവത്തില്ല. ഒരു നോർമൽ കൺട്രോളർ അല്ലെങ്കിൽ നമ്മുടെ ഈ DJ RC എന്ന് പറഞ്ഞ ഈ കൺട്രോളർ ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഫ്ലൈമോർ കോംബോ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ചാർജിങ് ഹബ്ബ് എക്സ്ട്രാ 2 ബാറ്ററികളും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ബാറ്ററികൾ റീചാർജ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡാണിത്. അപ്പോൾ ഇത് സീക്വൻസിലാണ് ഈ ബാറ്ററീസ് ചാർജ് ആവുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബാറ്ററി വീതമായിരിക്കും ചാർജ് ആവുന്നത്. പിന്നെ ഇത് Type-C വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു USB ഔട്ടുണ്ട്. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ DJയുടെ കൺട്രോളർ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു USB ഔട്ട് വഴി നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. പക്ഷേ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ ബാറ്ററീസ് മെയ്ഡ് ഫോർ ഡ്രോൺ ആണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഡ്രോണിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പർപ്പസിന് അത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നമുക്കിതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പവർ ബട്ടൺ ഉണ്ട്. അപ്പം ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ എത്ര ബാറ്ററി പെർസെൻറ്റ് റിമൈനിങ് ഉണ്ടെന്നുള്ളത് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി 3 ബാറ്ററികളും ചാർജ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സോ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ചാർജിങ് ഹബ്ബ് അല്ലെങ്കിൽ ഒരു DJ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ എന്നൊക്കെ പറയാം തന്നെ സാധനം. ഡ്രോണിൽ നമുക്കൊരു ബാറ്ററി എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം. ബാറ്ററി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാർജിങ് ഹബ്ബിൽ നിന്ന് നമുക്കൊരു ബാറ്ററി എടുക്കാം. ഇതാണ് നമ്മുടെ DJയുടെ ഇൻ്റലിജൻറ്റ് ഫ്ലൈറ്റ് ബാറ്ററി എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണിത്. ഈ ബാറ്ററി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അൾട്രാ ലൈറ്റ് 249 grams എന്നുള്ളത് ഇതിൻ്റെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സോ
ഈ ബാറ്ററി പിന്നെ നമുക്ക് 2 ബാറ്ററി ഓപ്ഷൻസാണ് DJIക്ക് ഉള്ളത്. മിനി സീരീസിലെ കാര്യമാണ് പറയുന്നത്. മാവിക് സീരീസിൽ ഡിഫറെൻ്റ് ആണ്. മിനി സീരീസിൽ ഇത് അൾട്രാലൈറ്റ് ഇൻ്റലിജൻറ്റ് ബാറ്ററിയാണ്. പിന്നെ ഇൻ്റലിജൻറ്റ് ബാറ്ററി പ്ലസ് എന്ന് പറയുന്ന ഒരു ബാറ്ററി ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിയിൽ നമുക്ക് 34 മിനിറ്റ്സ് ആണ് ഫ്ലൈറ്റ് ടൈം DJI പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയൽ ടൈമിൽ നമുക്ക് എങ്ങനെ പോലും ഒരു 25 മിനിറ്റ്സ് ആ റേഞ്ച് എന്തായാലും നമുക്ക് ഫ്ലൈം കിട്ടും. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ്സ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ വിൻ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം അനുസരിച്ചിരിക്കും. നമ്മുടെ വെതർ എത്രത്തോളം നല്ലതാണോ, വിൻഡി അല്ലെന്നാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഈ ഇൻ്റലിജൻറ്റ് ബാറ്ററി പ്ലസ് എന്ന് പറയുന്ന ബാറ്ററിക്കകത്ത് നമുക്ക് ഓൾമോസ്റ്റ് 47 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ യൂറോപ്പിൽ ഈ ഇൻ്റലിജൻറ്റ് ബാറ്ററി പ്ലസ് നമുക്ക് അവൈലബിൾ അല്ല. കാരണം ആ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഈ ഡ്രോണിൻ്റെ വെയിറ്റ് 250 ഗ്രാമിൽ നിന്ന് മുകളിലേക്ക് എക്സീഡ് ആവും. സോ നമുക്ക് ആ ബാറ്ററി യൂസ് ചെയ്യുമ്പോൾ ഈ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ചെറിയ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. മേ ബി നമുക്ക് നമ്മളെ ഇതിൽ ഏവിയേഷൻ റഡാറിൽ നമ്മൾ ക്യാച്ച് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫൈനും കാര്യങ്ങളും വരും, ഡെഫിനറ്റായിട്ടും വരും. സോ ഞാൻ ഐ ഓൾവേസ് യൂസ് ദിസ് ബാറ്ററി. ഞാൻ എപ്പോഴും മാക്സിമം ഈ ബാറ്ററിയാണ് യൂസ് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. സോ നമുക്ക് ബാറ്ററി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അത്ര വലിയൊരു എന്താ പറയുക ബിഗ് ഡീലൊന്നും അല്ല. നോർമലി നമ്മുടെ ബാറ്ററി ജസ്റ്റ് കമ്പാർട്ട്മെൻറ്റിലുള്ളിട്ട് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ഒരു സൗണ്ട് കേൾക്കുന്നവരെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഈ ക്ലിക്ക് എന്നുള്ള സൗണ്ടിൽ ആ ബാറ്ററി അവിടെ കയറി ലോക്കായി എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്യാനായിട്ട് ഈ ബാറ്ററിയുടെ പുറകിൽ തന്നെ 2 ക്ലിപ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, ബാക്കിലോട്ട് വലിക്കുക. അപ്പോൾ ബാറ്ററി നമുക്ക് റിമൂവായി. സോ ഇത്രേ ഉള്ളൂ നമുക്ക് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഈ ഡ്രോണിൽ നമ്മുടെ ഈ ഇൻ്റലിജൻറ്റ് ഫ്ലൈറ്റ് ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 18 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്കിത് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത. 18 കിലോമീറ്റർ അപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂജ് ഡിസ്റ്റൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ അത്രയും ഡിസ്റ്റൻസിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫ്ലൈ ചെയ്യത്തില്ല, ഒരിക്കലും നമ്മൾ ഫ്ലൈ ചെയ്യില്ല. ഞാൻ മാക്സിമം ഒരു 2 കിലോമീറ്റേഴ്സൊക്കെ വരെ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോൺ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയയിൽ ഞാൻ ആ ഡിസ്റ്റൻസിൽ ഫ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ആ രീതിയിൽ എന്താ പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യുകയൊന്നും ചെയ്യരുത്. കാരണം ഡേഞ്ചറാണ്. എന്തെങ്കിലും സിഗ്നൽ ലോസ്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റേതായ പ്രശ്നം, എന്തെങ്കിലും ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ലയബിലിറ്റീസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഡ്രോണിൽ ലെവൽ 5 വിൻഡ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ലെവൽ 5 വിൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 37 km/h വിൻഡ് ഈ ഡ്രോണിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെവൽ 5 വിൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഡ്രോണിന് ആ ഒരു വിൻഡ് റെസിസ്റ്റൻസ് ഉള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാവുന്നുള്ളൂ ഈ ഡ്രോൺ എത്രത്തോളം സൈസ് ഉണ്ട്, എത്രത്തോളം ഇതിൻ്റെ വലിപ്പം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം നിങ്ങൾ ഡ്രോണായിട്ട് ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഡ്രോൺ നമുക്ക് -10 തൊട്ട് 40 ഡിഗ്രി സെൽഷ്യസിൽ വരെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് DJI അവകാശപ്പെടുന്നത്. അത്രയാണ് -10 ഡിഗ്രീസ് ടു 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഞാനിതുവരെ -10 ഡിഗ്രി ആ ഒരു -6 ആ ഒരു റേഞ്ചിലോട്ടൊന്നും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മാക്സിമം ഒരു -2 -3 ആ ഒരു രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിന് താഴത്തേക്കുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. അങ്ങനെ ഒരു ലൊക്കേഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ റിവ്യൂ എന്തെങ്കിലും പറയുന്നതാണ്. അപ്പം ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലേക്ക് എന്ന് വരാം. സോ ഈ ഡ്രോണിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/1/3 ഇഞ്ച് സെൻസറാണ് വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് ഡ്രോണിൽ ഒരു ബെസ്റ്റ് സെൻസറാണ്. CMOS സെൻസർ തന്നെയാണ് ഈ ഡ്രോണിൽ വരുന്നത്. മാവിക് സീരീസിൽ വരുന്ന സെയിം സെൻസേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. സെൻസർ സൈസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ ബാക്കി CMOS തന്നെയാണ് മാവിക്കിലൊക്കെ വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് 48 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. പിന്നെ നമുക്ക് വീഡിയോയിൽ നമുക്ക് 4K 24, 4K 30, 4K 48, 50, 4K 60 ആണ് മാക്സിമം നമുക്കിതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. 4K 60 HDR അങ്ങനെ എന്തോ ഒരു ഫീച്ചറാണ് ഇതിലുള്ളത്. ഡ്യുവൽ നേറ്റീവ് ISO എന്നൊക്കെ പറയുന്നൊരു ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ നമുക്ക് നല്ല ലൈറ്റിങ്ങിൽ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സെൻസറാണ് ഈ ക്യാമറയിൽ വരുന്നത്. കാരണം ഇതുവരെ എടുത്ത ഫുട്ടേജസ് എല്ലാം എക്സ്ട്രീംലി അടിപൊളിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നൈറ്റിൽ ഞാൻ വീഡിയോ ചെയ്ത് നോക്കി, ബ്രില്യൻ പെർഫോമൻസ് ആണ് ക്യാമറയ്ക്ക്. അപ്പം ഈ ഒരു വിലയ്ക്ക് ഇത് ഡെഫിനറ്റ്ലി വേർത്തായിട്ടുള്ളൊരു ഡ്രോൺ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി നമ്മളെന്തായാലും ഇത് മുന്നോട്ട് ഇനി യൂസ് ചെയ്ത് അതിന് ഒരു ഓൾമോസ്റ്റ് ഒരു 6 month 1 year ആ ഒരു പീരീഡൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു റിവ്യൂ ഇനി മുന്നോട്ട് എന്തായാലും ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ. അപ്പം ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ട്രാവൽ കണ്ടൻറ്റുകളൊക്കെ ഈ ഡ്രോൺ പ്രസൻ്റ് ആയിരിക്കും. എല്ലാത്തിലും നമ്മുടെ ഒരു ട്രാവൽ കമ്പനിയനായിട്ട് ഈ ഡ്രോൺ ഉണ്ടാവും. നല്ല ഷോർട്സ് കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള വീഡിയോയിൽ പ്രതീക്ഷിക്കാം. നമുക്ക് നമ്മുടെ കൺട്രോളർ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ DJIയുടെ RC എന്ന് പറയുന്ന കൺട്രോളർ. ഒരു ബിൽറ്റ് ഇൻ സ്ക്രീൻ വരുന്ന കൺട്രോളറാണ്.
പിന്നെ നമ്മളിപ്പോൾ നോർമലായിട്ട് ഡ്രോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബേസ് മോഡലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു കൺട്രോളറാണ് വരുന്നത്. ഒരു ബിൽറ്റിൻ സ്ക്രീൻ ഇല്ലാത്ത ഒരു കൺട്രോളറായിരിക്കും വരുന്നത്. ഒരു RC-N1 അങ്ങനെ എന്തോ ആണ് കൺട്രോളറിന് പറയുന്നത്. സോ ആ കൺട്രോളർ നമ്മുടെ ഫോണൊക്കെ നമ്മൾ മേളിൽ ഒരു ഹോൾഡറിൽ ഹോൾഡ് ചെയ്ത് നമ്മുടെ മൊബൈലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെയായിരിക്കും കൺട്രോൾസ് കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു കൺട്രോളറിൽ നമുക്കൊരു ബിൽറ്റിൻ സ്ക്രീൻ വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനേക്കാളും ബ്രൈറ്റ്നസ് ആയിരിക്കും ഈ സ്ക്രീൻ. 700 നിറ്റ്സ് ആണ് ഈ സ്ക്രീനിൻ്റെ ഒരു ബ്രൈറ്റ്നസ് വരുന്നത്. അത് എക്സ്ട്രീംലി നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡേയിലും നമുക്ക് എന്താ പറയുക വെയിലത്ത് നിന്നും നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. കാരണം അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് സ്ക്രീനിൽ നമുക്ക് വിഷ്വൽസ് കാണാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീനാണ് DJI ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ കാണാം. 2 ജോയ്സ്റ്റിക്ക് കാണാം, കൂടാതെ കുറച്ച് ബട്ടൺസ് കാണാം, മേളിൽ പുറകിൽ എല്ലായിടത്തും കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. സോ ഈ ബട്ടൺസൊക്കെ എന്താ ചെയ്യുന്നത്, ഈ ജോയ്സ്റ്റിക്സിൻ്റെ ഒരു കൺട്രോളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പരിചയപ്പെടാം. സോ കൺട്രോളറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത് സൈഡിലൊരു ജോയ്സ്റ്റിക്ക് ഉണ്ട്, റൈറ്റ് സൈഡിലൊരു ജോയ്സ്റ്റിക്ക് ഉണ്ട്. നമ്മുടെ ഇടത് സൈഡിലെ ജോയ്സ്റ്റിക്ക് നമ്മൾ മേളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രോൺ മേളിലേക്ക് ഫ്ലൈ ചെയ്യും. ഹൈറ്റ് ഒരുപാട് ഹൈറ്റിലോട്ട് ഫ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ജോയ്സ്റ്റിക്ക് താഴത്തോട്ട് ആക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ആ ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് വരുവാണ് ചെയ്യുന്നത്. സോ ആ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടത് സൈഡിലെ മേളിലേക്കും താഴത്തേക്കുമുള്ള മൂവ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സെയിം ലെഫ്റ്റ് സൈഡിലെ ജോയ്സ്റ്റിക്ക് ഇടത്തോട്ടാക്കുമ്പോൾ ഡ്രോൺ ലെഫ്റ്റിലോട്ട് തിരിയും. അതെന്ന് വെച്ചാൽ മീൻസ് നമുക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ. റൈറ്റിലോട്ടാക്കുമ്പോൾ ഡ്രോൺ വലത്തോട്ട് തിരിയും. അതേസമയം നമ്മുടെ വലതുവശത്തെ ജോയ്സ്റ്റിക്ക് മേളിലോട്ടാക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും. അതേസമയം നമ്മുടെ റൈറ്റ് സൈഡ് ജോയ്സ്റ്റിക്ക് ബാക്കിലോട്ടാക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ബാക്കിലോട്ട് മൂവ് ചെയ്യും. പിന്നെ ഇടത്തോട്ട് തിരിക്കുമ്പോൾ നമ്മുടെ ഡ്രോൺ ഇടത് സൈഡ് വേസിലോട്ട് പറക്കും. റൈറ്റിലോട്ടാക്കുമ്പോഴും നമ്മുടെ ഡ്രോൺ വലത് സൈഡ് വേസിലോട്ട് പറക്കും. സോ അതാണ് ഈ 2 ജോയ്സ്റ്റിക്സിൻ്റെ കൺട്രോൾ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു H അല്ലെങ്കിൽ ഒരു പോസ് ബട്ടണായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഒരു H അല്ലെങ്കിൽ ഒരു പോസ് ബട്ടൺ. സോ ഈ H അല്ലെങ്കിൽ പോസ് ബട്ടൺ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡ്രോണിൻ്റെ സിഗ്നൽ ലോസ്റ്റ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ്. നമ്മൾ ഈ ബട്ടണിലൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോൺ എവിടെ നിന്നാണോ ഫ്ലൈ ചെയ്തത്, എവിടെയാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഹോം പോയിൻറ്റ്, ആ പോയിൻറ്റിലേക്ക് ഡ്രോൺ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വരുന്ന ഒരു ഫീച്ചർ ബട്ടണാണ് ആ H എന്ന് എഴുതിയിരിക്കുന്നത്. ഹോം ബട്ടൺ എന്നാണ് അതിൽ പറയുന്നത്. അതുകൂടാതെ അതിലൊരു പോസ് എന്നുള്ളൊരു ബട്ടൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ ഡ്രോൺ ഇപ്പോൾ ഒരു തിക്കായിട്ടുള്ളൊരു സ്പേസിൽ ഫ്ലൈ ചെയ്യാന്നിരിക്കട്ടെ. ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലത്തെ ഒരു ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തിക്കായിട്ട് ഒരു ഫോറസ്റ്റിനുള്ളിലേക്ക് നമ്മൾ ഫ്ലൈ ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ ഡ്രോണ് ഈ ഫ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതിലൊരു എന്താ പറയുന്ന ഒരു ഒബ്സ്റ്റക്കിളിൽ ഇപ്പം ചെന്ന് ക്രാഷ് ആവാനോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ക്വിക്കായിട്ട് നിങ്ങളുടെ ഡ്രോണിൻ്റെ മൂവ്മെൻറ്റ് പോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഈ ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഡ്രോൺ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മൂവ്മെൻറ്റ് അറ്റ് ദാറ്റ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് പോസ് ആവും. എന്ന് വെച്ചാൽ ഡ്രോൺ പിന്നെ അവിടെ നിന്നെങ്കിൽ അപ്പോൾ നമ്മൾ H എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ കൺട്രോളിൽ CNS എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. എന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസാണിത്. അപ്പോൾ ഈ ബട്ടൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ N എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നോർമൽ മോഡാണ്. ആൻഡ് പിന്നെ C എന്ന് കാണിക്കുന്നത് നല്ല സിനിമാറ്റിക് മോഡാണ്. സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രോണിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സിനിമാറ്റിക് ഷോട്ട്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ C മോഡിലിട്ടിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ S എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് മോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയണത്, ഇപ്പോൾ നിങ്ങൾക്കൊരു നല്ല സ്പീഡിൽ പോകുന്ന ഒരു കാറിനെയോ അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് മോഡിലിട്ടിട്ട് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാം. സ്പോർട്സ് മോഡിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഡ്രോണിൻ്റെ മാക്സിമം സ്പീഡ് എത്രയാണോ ആ സ്പീഡിൽ ഡ്രോൺ ഫ്ലൈ ചെയ്യും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് എന്തായാലും ഓഫായിരിക്കും. സോ നമ്മുടെ റിസ്കിൽ തന്നെ നിങ്ങൾ ഫ്ലൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും സ്പോർട്സ് മോഡ് പ്രിഫർ ചെയ്യത്തില്ല. നിങ്ങൾ നോർമൽ മോഡിലൊക്കെ ഇട്ട് ഫ്ലൈ ചെയ്ത് പഠിച്ച് സ്ലോയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചൊക്കെ ശേഷം മാത്രം നിങ്ങൾ സ്പോർട്സ് മോഡിലിട്ട് ഫ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ കൺട്രോൾസ്. പിന്നെ നമുക്കൊരു പവർ ബട്ടൺ ഇതിനകത്തുണ്ട്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു പവർ ബട്ടൺ ഉണ്ട്. അപ്പം ഈ പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് നമ്മുടെ കൺട്രോളറിൽ ചാർജ് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോളർ ഓൺ ആവും.
പിന്നെ നമ്മുടെ കൺട്രോളറിൻ്റെ മേൽ സൈഡിൽ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഈ ബട്ടൺസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് പറയാം. നമുക്കിവിടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നൊരു ബട്ടണുണ്ട്, ഒരു റെഡ് കളർ ബട്ടൺ. അപ്പോൾ നിങ്ങൾ വീഡിയോ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്നാണെങ്കിൽ വൺസ് നിങ്ങൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആവും. പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കൊരു ക്യാമറ ബട്ടൺ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്യാമറ മോഡിലാണ് ഉള്ളതെന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോക്കസ് ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്ചർ ആവും. നമ്മുടെ DSLR ക്യാമറകളിലൊക്കെ ഫോട്ടോസ് എടുക്കത്തില്ല, അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ. പിന്നെ നമുക്ക് താഴെയായിട്ട് കുറച്ച് 2 ജോഗ് വീൽസ് കാണാൻ പറ്റും. ഈ ജോഗ് വീൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ള ജോഗ് വീൽസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിംബാലിൻ്റെ പൊസിഷൻസ് നമുക്ക് താഴത്തേക്കും മേളിലേറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ജോഗ് വീലിൻ്റെ പൊസിഷൻ. അതേ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ജോഗ് വീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ജോഗ് വീൽസ്. പിന്നെ അപ്പം നമ്മുടെ ഫ്രണ്ടിലും നമ്മുടെ കൺട്രോളറിൻ്റെ മോൾ ഭാഗത്തുള്ള സ്വിച്ചസും കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമുക്ക് കൺട്രോളറിൻ്റെ ബാക്കിൽ എന്താണെന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് ബാക്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C1 അതുപോലെ C2 എന്ന് പറഞ്ഞ 2 ബട്ടൺസ് കാണാൻ പറ്റും. ഈ ബട്ടൺസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ DJI Fly ആപ്പിൽ ആ ബട്ടൺസ് നമുക്ക് ആ ബട്ടൺസിനെ കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോളറിൻ്റെ അടിഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് C ചാർജിങ് ഒരു പോർട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അടിയിലായിട്ട് ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. സോ ഈ കമ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെ തന്നെ ഒരു ടൈപ്പ് C കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ ഒരു SD കാർഡ് സ്ലോട്ടും ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ കൺട്രോളറിലെ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഇതിലൊരു SD കാർഡ് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആ സ്ക്രീൻ റെക്കോർഡ് SD കാർഡിലായിട്ട് ചെയ്യാവുന്നതാണ്, ഓപ്ഷനാണ് അത്. സോ ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോളറിലെ ഒരു ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡ്രോണും അതുപോലെ നമ്മുടെ കൺട്രോളറും ഒന്ന് ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യും, ഒരു പ്രസ് എന്നിട്ട് ഹോൾഡ്. അപ്പോൾ നമ്മുടെ കൺട്രോളർ ഓൺ ആവുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ ഒരു പ്രസ് ആൻഡ് ഹോൾഡ്, പവർ ബട്ടണിൽ ഒരു പ്രസ് പിന്നെ പ്രസ് ആൻഡ് ഹോൾഡ്. അപ്പോൾ ഡ്രോൺ പവർ ഓൺ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കൺട്രോളർ സെയിം അതുപോലെ തന്നെ പ്രസ് ആൻഡ് ഹോൾഡ്. അപ്പോൾ നമ്മുടെ കൺട്രോളർ ഒന്ന് ബൂട്ടപ്പ് ആകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ശേഷമുള്ള ഫുട്ടേജസ് എന്തായാലും നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ DJIയുടെ RCയിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ DJI Fly ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഓൾമോസ്റ്റ് ഇതായിരിക്കും ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡ് മേളിലെ കോർണറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക്ലെറ്റിൻ്റെ ഒരു സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ DJIയുടെ ഒരു ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇത് കാണുന്നതാണെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ ഒരു കാര്യമാണ്, ഒരു ഇതാണത്, ട്യൂട്ടോറിയൽ ഒരു ഇതാണ്, സംഭവമാണത്. അപ്പോൾ നമുക്കത് കാണണമെന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ കൺട്രോളറിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് ഏത് മോഡലാണ് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ച് ട്യൂട്ടോറിയൽ നമുക്ക് കാണാവുന്നതാണ്. സോ നമുക്കൊന്ന് ബാക്കിയിട്ട് പോകാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോയിട്ട് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന ലൊക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്, ഈ സെർച്ച് ബാർ കാണുന്നത്. നമ്മൾ എവിടെയാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ബിഫോർ യു ഫ്ലൈ എന്ന് പറയുന്ന നോ ഫ്ലൈ സ്പോട്ട്സ് നമ്മൾ നമുക്ക് എവിടെയൊക്കെ ഫ്ലൈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രോണിൽ എടുക്കുന്ന ഫൂട്ടേജ് കാര്യങ്ങളൊക്കെ നമ്മളെ കൺട്രോളറിൻ്റെ അകത്തൊരു SD കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ഈ ക്വിക്ക് ട്രാൻസ്ഫർ വഴി നമുക്ക് നമ്മുടെ ഫോണിലായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ് ഈ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഇതിൽ കാണുന്നത്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ട് ആൽബംസ് ഉണ്ട്. നമുക്ക് മുന്നേ എടുത്ത വീഡിയോസ്, ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുകൂടാതെ സ്കൈ പിക്സൽ എന്ന് വെച്ചാൽ നമ്മൾ DJIയുടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ DJIയിൽ ഡ്രോണുകളിൽ എടുക്കുന്ന വീഡിയോസ്, ഫോട്ടോസൊക്കെ നമുക്ക് ഈ സ്കൈ പിക്സലിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിൽ
അപ്ലോഡ് ചെയ്യാം. ഒരു കമ്മ്യൂണിറ്റി പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ, ഇതിപ്പം എൻ്റെ പ്രൊഫൈലാണ്. ഇതിൽ ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇതിലിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ DJI ഡ്രോൺ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിൽ വിസിബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി നമുക്ക് നമ്മുടെ DJI ഫ്ലൈ എന്താ പറയുക ക്യാമറയുടെ വ്യൂവിലേക്കൊന്ന്, ഡ്രോണിൻ്റെ വ്യൂവിലേക്കൊന്ന് പോവാം. അതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ ഡ്രോണ് ഫസ്റ്റ് ടൈം നിങ്ങൾ കണക്ട് ചെയ്ത് വൈഫൈക്കായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം എന്തെങ്കിലും അപ്ഡേഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിലിപ്പോൾ എൻ്റെ ഇതിലൊന്ന് ചെക്ക് ചെയ്യാണ്. യുവർ ഫേംവെയർ അപ് ടു ഡേറ്റ് ആണ് കാണിക്കുന്നത്, എല്ലാം അപ് ടു ഡേറ്റ് ആണ്. ഓക്കെ, സോ നമുക്കിനി നേരെ നമ്മുടെ DJIയുടെ ഗോ ഫ്ലൈയിലേക്കൊന്ന് പോകാം. അപ്പോൾ സോ ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറ എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡ്രോൺ ഇപ്പോൾ നിലത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കിടന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. ഓക്കെ, ഇനി അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് മേളിൽ കാണുന്ന എന്ന് മോഡ് എഴുതി കാണിച്ചിരിക്കുന്നത്, നമ്മൾ ആദ്യം വീഡിയോയുടെ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ മോഡ്. ആ മോഡാണ് മോഡ് എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ മേളിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫ് പെർമിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പാടില്ലാത്ത നോ ഫ്ലൈ സ്പോട്ട്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഏരിയകളിലാണെങ്കിൽ ഈ ടേക്ക് ഓഫ് പെർമിറ്റഡ് എന്നുള്ളത് കാണിക്കുക, ടേക്ക് ഓഫ് നോട്ട് പെർമിറ്റഡ് എന്ന് അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് മേളിലായിട്ട് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 91 പറഞ്ഞ് 91 എഴുതിയിട്ട് റൗണ്ടിൽ കാണാൻ പറ്റും. അത് നമ്മുടെ ഡ്രോണിൻ്റെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ നേരെ അടുത്ത് തന്നെ കാണുന്ന 0 എന്നുള്ളത് കാണിക്കുന്നത്, അത് നമ്മുടെ ഡ്രോണിൽ ഫൂട്ടേജ് റെക്കോർഡ് ചെയ്യാനുള്ള റിമൈനിങ് ടൈമാണ്. അത് വൺസ് നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അത് കൗണ്ട് കൂടെ മാറുന്നത് കാണിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ DJI RCയുടെ നമ്മുടെ റിമോട്ട് കൺട്രോൾ ആയിട്ടുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊന്ന് സിഗ്നൽസ് ഉണ്ട്. അതിനടുത്തായിട്ട് റെഡ് കളറിൽ കാണിക്കുന്നത് നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ടേൺ ഓൺ ആണോ അല്ലയോ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പോൾ അത് ടേൺ ഓഫ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഡ്രോൺ വൺസ് ഒന്ന് മറ്റേ എയറിൽ ഫ്ലൈ ആയി നിന്നിട്ടുണ്ടെങ്കിലാണ് ആ സെൻസേഴ്സ് ഓൺ ആവത്തുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എത്ര സാറ്റലൈറ്റ്സ് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ 24 സാറ്റലൈറ്റ്സ് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സിഗ്നൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്ക് സുഖമായിട്ട് ഫ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു സെൻട്രൽ പോർഷനിൽ ഇടത് സൈഡിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് നമ്മുടെ ടേക്ക് ഓഫ് അതുപോലെ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു ബട്ടണാണ്. ഓക്കെ, പിന്നെ ഈ ഒരു മറ്റേ പർട്ടിക്കുലർ ഡ്രോണിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ക്യാമറ വെർട്ടിക്കലി നമുക്ക് വെർട്ടിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യാനായിട്ട് പക്ക നമുക്ക് എന്ന് വെച്ചാൽ ഒരു 4K വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ വീഡിയോ ക്രോപ്പ് ചെയ്ത് എടുക്കാതെ തന്നെ വെർട്ടിക്കലായിട്ട് ട്രൂ ആയിട്ടുള്ള 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ കാണുന്ന ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ക്യാമറ നേരെ റൊട്ടേറ്റായി ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പക്ക 4K വീഡിയോ തന്നെ വെർട്ടിക്കൽ ഒരു ഫോർമാറ്റിൽ ട്രൂ 4K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂമിൻ ഓപ്ഷൻസ് ആണ് കാണുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ മാനുവൽ ഫോക്കസിൻ്റെ ഓപ്ഷൻ. പിന്നെ നമ്മുടെ ഇടത് സൈഡിലായിട്ട് ഞാൻ ഹിസ്റ്റോഗ്രാം ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളറിൽ ഒരു കളറിൻ്റെ ഒരു ഗ്രാഫ് മേലും താഴത്തേക്കും പോകുന്നതായിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഹിസ്റ്റോഗ്രാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫൂട്ടേജ് ഓവർ എക്സ്പോസ്ഡ് ആണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു സംഭവമാണ് അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യുന്നവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അത് അറിയാമായിരിക്കും. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രോണും നമ്മുടെ RC നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കാണിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആ മാപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ ഏതൊരു ലൊക്കേഷനിലായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് ആ മാപ്പിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ കൺട്രോളറിൽ നിന്ന് എത്ര അകലെയിലാണ് ഡ്രോൺ ഉള്ളത് ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ അടിയിൽ താഴെയായിട്ട് H എന്നുള്ള എഴുതിയിട്ടുണ്ട്. H എന്നുള്ളത് കാണിക്കുന്നത് നമ്മുടെ ഡ്രോണ് ഫ്ലൈ ചെയ്യുമ്പോൾ എത്ര ഹൈറ്റിലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് 0.0 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡ്രോൺ എത്ര സ്പീഡിലാണ് അസെൻഡ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ്. അതേ സമയത്ത് അപ്പുറത്ത് D എന്നുള്ളത് 0.9 മീറ്റർ എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. ഡ്രോണും നമ്മുടെ കൺട്രോളറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ പുറകോട്ട് അകന്ന് പോകുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കൂടി വരുന്നത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ 0.9 ആയിരുന്നു, ഇപ്പോൾ 1.1 മീറ്ററായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോണ് എത്ര ഫാസ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ്, ഡിസ്റ്റൻസ് എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറം കാണിച്ചിരിക്കുന്നത് J+R എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ആ
സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ ഫോർമാറ്റാണ്. ഞാൻ മറ്റേ JPEG പ്ലസ് RAW ആണ് ഇട്ടേക്കുന്നത്. അതാണ് J+R എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണിച്ചിരിക്കുന്നത് 2555 ഫോട്ടോസ് നമുക്കിപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഡ്രോണിൽ കിടക്കുന്ന കാർഡിൽ നമുക്ക് എടുക്കാനായിട്ട് റിമൈനിങ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ അതിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന വൈറ്റ് ബാലൻസ് ഓപ്പോസിറ്റ്. പിന്നെ നമ്മുടെ മാനുവൽ ക്യാമറ സെറ്റിങ്സ് ഒക്കെയാണ്, ഷട്ടർ സ്പീഡ്, അപ്പേർച്ചർ, അങ്ങനെയുള്ള അപ്പേർച്ചർ ഇല്ല സോറി ISO, അതുപോലെ നമ്മുടെ ഫോക്കൽ ലെങ്ത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് മേളിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക ക്യാപ്ചർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷൂട്ടിംഗ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിംഗിൾ ഫോട്ടോസ് നമുക്ക് 12 മെഗാ പിക്സലിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ 48 മെഗാ പിക്സലിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ AEB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ഡിഫറെൻറ്റ് എക്സ്പോഷറിൽ ഫോട്ടോ എടുക്കുന്ന ഒരു ഓപ്ഷനാണ് AEB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ബേസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, ടൈം ഷോട്ട് ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ മോഡിലിട്ടൊന്ന് നോക്കാം. പിന്നെ ഈ ക്യാപ്ചർ ബട്ടൻ്റെ താഴെ കാണുന്നത് നമ്മൾ എടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ആക്സസ് ചെയ്യാനുള്ള ഒരു ആക്സസ് ബട്ടനാണ്, പ്രിവ്യൂ ബട്ടനാണ് ആ താഴെ കാണുന്നത്. പിന്നെ നമുക്ക് മാസ്റ്റർ ഷോട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. പിന്നെ ക്വിക്ക് ഷോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഈ അപ്പോൾ നമുക്ക് വീഡിയോ മോഡിലേക്ക് ഒന്ന് വിടാം. എന്നാലാണ് നമുക്ക് ക്വിക്ക് ഷോട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ക്വിക്ക് ഷോട്ട്സ് ഉണ്ട്. ക്വിക്ക് ഷോട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അത് എയർക്രാഫ്റ്റ് എയറിൽ നിന്നാലാണ് നമുക്ക് ആ ക്വിക്ക് ഷോട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹൈപ്പർ ലാപ്സ് ഉണ്ട്, പിന്നെ പനോരമ ഷൂട്ട്. ഇത്രയും മോഡ്സാണ് നമുക്ക് ഈ ഒരു ഡ്രോണിൽ അവൈലബിൾ ആയിട്ടുള്ള. സ്ലോ മോഷനും വരുന്നുണ്ട്. സ്ലോ മോഷൻ 1080p പിക്സലിൽ നമുക്ക് ഏതോ 240 FPS നമുക്ക് സ്ലോ മോഷൻ എടുക്കാനുള്ള ഒരു ഫീച്ചർ ഈ ഡ്രോണിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഒരു നമ്മുടെ DJI-RCയുടെ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളെന്നൊക്കെ പറയണേ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഡ്രോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഫ്ലൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോണ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ ഡ്രോൺ ഓൾമോസ്റ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കണ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ നിൽക്കണ ലൊക്കേഷനിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റിലിട്ട് ഒന്ന് പോവാം. ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹൈറ്റിലിട്ട് പോയിട്ടില്ല. നമ്മളൊരു 14 മീറ്റർ ഹൈറ്റിലായിട്ട് ജസ്റ്റ് ഒന്ന് അസെൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ നമുക്കൊന്ന് മുന്നോട്ടൊക്കെ ഒന്ന് പോവാം. നമ്മൾ ഡ്രോൺ നേരെ ഫ്രണ്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ DJIയുടെ Mini 3 Pro എന്ന് പറഞ്ഞ ഡ്രോണിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്.
അപ്പം ഇനി മുന്നോട്ട് എന്തായാലും നമ്മുടെ ചാനലിൽ കൂടെ എന്തായാലും ഈ ഡ്രോണിൽ എടുക്കുന്ന ഫൂട്ടേജും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ട്രിപ്പുകളിൽ ഉണ്ടാകുന്ന ഫൂട്ടേജസ് കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിരിക്കും ഈ ഡ്രോണിന് നല്ലൊരു റോൾ ഉണ്ടാവും ഇനി നമ്മുടെ ട്രാവലിൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഡ്രോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ. ഇനി നമ്മൾ ഈ ഡ്രോണിൽ എടുത്ത കുറച്ച് വീഡിയോസ്, കുറച്ച് നല്ല ഫൂട്ടേജ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിവേ എന്തായാലും അത് കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ എന്തെങ്കിലാണെങ്കിൽ ബെറ്റർ ആക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഒപ്പീനിയനുകൾ അറിയിക്കുക. അപ്പോൾ എനിവേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു.